ഇന്നത്തെ ലഞ്ച് ബോക്സിൽ ആദ്യം ഉണ്ടാക്കിയത് ബട്ടർ ചിക്കനാണ്. അതിനുവേണ്ടി രാത്രിയിൽ തന്നെ തക്കാളിയും സവാളയും കശുവണ്ടിപ്പരിപ്പും ഇഞ്ചിയും വെളുത്തുള്ളിയും കുക്കറിലൊന്ന് വേവിച്ചെടുത്തു. ചിക്കൻ മാറിനേറ്റ് ചെയ്തും വെച്ചു. കുക്കറിൽ വേവിച്ച തക്കാളിയും സവാളയും എല്ലാം കൂടി മിക്സിയിലിട്ടൊന്ന് അരച്ച് മാറ്റി വെച്ചു. ഈ മാറിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ കുറച്ച് ബട്ടർ ചൂടാക്കിയിട്ട് അതിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വെച്ചു. ഇത്രയും ഞാൻ തലേദിവസം രാത്രിയിലാണ് ചെയ്തത്. ചിക്കൻ ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല, കേടാവില്ല. പക്ഷേ ഗ്രേവി ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചത്. രാവിലെ എഴുന്നേറ്റ് ഈ ചിക്കനിലേക്ക് ആ ഗ്രേവി ചേർത്തു. ആവശ്യത്തിന് വെള്ളവും ചേർത്തിട്ട് ഒരു 10 മിനിറ്റോളം ചെറിയ തീയിലൊന്ന് തിളപ്പിക്കാം. എണ്ണ തെളിയുന്ന വരെ തിളപ്പിക്കാം. ഏറ്റവും ഒടുവിൽ കുറച്ച് ക്രീമും ചേർത്തു. കുറച്ച് മല്ലിയിലയും വിതറി ഫിനിഷ് ചെയ്തു. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് നല്ല വെജിറ്റബിൾസ് ഒക്കെ ചേർത്ത് ഒരു റൈസാണ് ഉണ്ടാക്കിയത്. 1.5 കപ്പ് വെള്ളത്തിലേക്ക് കുറച്ച് മസാലകളൊക്കെ ചേർത്തൊന്ന് തിളപ്പിച്ചു. കുറച്ച് നെയ്യ് ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും ഒക്കെ ചേർത്തിരുന്നു. അതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്തു. കുതിർത്ത് വെച്ച 1 കപ്പ് ബസ്മതി അരിയും ചേർത്തു. എന്നിട്ട് നന്നായിട്ട് ആവി വന്നപ്പോൾ വിസിലിട്ടിട്ട് ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് കൂടി വേവിച്ചു. ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി കുറച്ച് കശുവണ്ടി പരിപ്പും കുറച്ച് പനീർ, മഞ്ഞൾപ്പൊടിയും ഉപ്പും മസാലപ്പൊടിയും പുരട്ടി അതും ഒന്ന് വറുത്തു. അത് ഈ ചോറിലേക്ക് ചേർത്തു. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റൈസും റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഞാൻ കൊടുത്തത് ഏത്തപ്പഴം നെയ്യിലൊന്ന് മുരിച്ചെടുത്തതാണ്. ഇന്നത്തെ ലഞ്ച് ബോക്സും റെഡിയായി.